സത്യേട്ടാ എന്റെ ഫോൺ റിംഗ് ചെയ്യുന്ന കേട്ടില്ലേ? അതൊന്ന് എടുത്ത് ആരാന്ന് നോക്ക്. ആരാ? ഞാൻ നോക്കിയില്ല. ആർച്ചേ, ഈ കുന്ത്രാണ്ടത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഫോൺ. മൊബൈൽ ഫോൺ. ഒരാൾ എവിടെയെങ്കിലും പോകുമ്പോൾ അത് കൂടെ കരുതാനുള്ള സാധനമാണ് ഇത്. അല്ലാതെ അത് അടിക്കുമ്പോൾ ഒരാളോട് ആജ്ഞാപിച്ചിട്ട് അത് എടുപ്പിക്കല്ല വേണ്ടത്. ഞാനിവിടെ പണിയല്ലേ സത്യേട്ടാ, ഇതിപ്പോ എടുത്തോണ്ട് വന്നു വെച്ചിട്ട് സത്യേട്ടൻ എന്താ സംഭവിച്ചേ? ഞാനൊരു പോലീസുകാരനാണ്. എന്റെ ജോലി നിന്റെ ഫോൺ എടുക്കലല്ല കേട്ടോ. പോലീസുകാരനായാലും പ്രധാനമന്ത്രി ആയാലും ഇതൊന്നും ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഫോൺ എടുക്കാൻ ഒരാളെ വെക്ക്. അയ്യോ, പ്രസിഡന്റ് ആയിരുന്നോ? അയ്യോ, ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ഒന്ന് പോ സത്യേട്ടാ. പറച്ചിലോട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത്. എന്താണോ രാവിലെ അത്യാവശ്യം? ഒരു അത്യാവശ്യം കാണില്ല. ഒരു പണിയില്ലാത്ത കുറെ പേരുണ്ട് ഇങ്ങനെ ആരെങ്കിലും വെറുതെ വിളിച്ചാൽ എന്നൊക്കെ പറയും. ഹലോ പ്രസിഡന്റേ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതാ എടുക്കാൻ വൈകിയേ. എന്തായിരുന്നു കാര്യം? ആണോ? ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്തായാലും ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ശരി എന്നാ. സത്യേട്ടാ, ഒരു സംഭവം അറിഞ്ഞോ? പഞ്ചായത്ത് ഓഫീസ് കത്തിപ്പോയാ? ഓ, എങ്കിൽ ജനങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങള് പഞ്ചായത്ത് മെമ്പർമാരെ സത്യേട്ടന് പരമ പുച്ഛമായിരുന്നല്ലോ. ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നാട്ടുകാരെ പറ്റിക്കുന്നു എന്നൊക്കെയായിരുന്നല്ലോ പരാതി. അത് ഇനിയും പറയും. ഇനി പറഞ്ഞ ആരും വിശ്വസിക്കില്ല എന്ന് മാത്രം. ഈ ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ജില്ലാ പഞ്ചായത്ത് അവാർഡ് നമ്മുടെ പഞ്ചായത്തിനാ. അത് പറയാനാ പ്രസിഡന്റ് വിളിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ജില്ലയിൽ 10-70 പഞ്ചായത്തുണ്ട്. അതിൽ ഏറ്റവും നല്ല പഞ്ചായത്ത് ആവണമെങ്കിലേ അത് നിസ്സാര കാര്യമല്ല. അവാർഡേ ജില്ലാ പഞ്ചായത്തിന്റെയാ. ജില്ലാ പഞ്ചായത്തിന്റെ അല്ലേ, അല്ലാതെ ഐക്യരാഷ്ട്രസഭയുടെ ഒന്നും അല്ലല്ലോ. അസൂയക്ക് ഒരു കുറവുമില്ല അല്ലെ? എന്റെ സത്യേട്ടാ, ഈ അവാർഡ് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഞാനാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതുകൊണ്ടേ അവാർഡ് വാങ്ങാൻ ഞാനും കൂടെ ചെല്ലണമെന്ന്. സത്യേട്ടൻ വരുന്നോ? എനിക്ക് വേറെ പണിയുണ്ട്. സത്യേട്ടാ, അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡ്. ഏറ്റവും കാര്യക്ഷമമായ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. സത്യസന്ധരായ മെമ്പർമാർ, മാതൃകാപരമായ പ്രവർത്തനം, ഇതിനൊക്കെ ചേർത്താണ് അവാർഡ്. ഇതൊക്കെ വെറുതെ തട്ടിപ്പ്, കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിലും. സത്യയുടെ കുറെ നാളായാലും യൂണിഫോം ഇട്ട് നടക്കുന്നു. ഒരു അവാർഡെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതെ, അതിന് മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് ഇതുവരെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ 3-4 പ്രാവശ്യം മേടിച്ചാണ് ഇപ്പൊ. എന്തിന്? അവാർഡ് കിട്ടാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ഇത് രാവിലെ എഴുന്നേറ്റ് അവിടെ ചെന്ന് യൂണിഫോം ഇട്ട് 10-12 പേര് ഒരുമിച്ചിരുന്ന് പരദൂഷണം പറയുന്നു. അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാം കേട്ടോ. സാറേ നമസ്കാരം. നമസ്കാരം. മെമ്പറല്ലേ ഇവിടെ? എന്ത് കാലത്തെ മെമ്പറെ കാണാമെന്നായിരുന്നു? ഞാൻ മെമ്പറോട് ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. സാമ്പത്തികം വല്ലതും ആണെങ്കിൽ നടക്കൂല, ഞാൻ തന്നെ പറഞ്ഞേക്കും. സാമ്പത്തികം അല്ലെന്ന്, ഈ പഞ്ചായത്തിലെ ഒരു കാര്യത്തിന് വേണ്ടിട്ടായിരുന്നു. ഓ, എന്താ പവിത്ര? എന്റെ മെമ്പറെ, ഞാൻ ആ മോഹനന്റെ ബിൽഡിംഗ് പെർമിറ്റിന്റെ അപേക്ഷ വന്നിട്ട് എത്ര ദിവസമായി. എന്നെ എപ്പോഴും നേരത്തും താഴെ നിർത്തുന്നില്ല. ഇന്നലെ കൂടെ വിളിച്ചെന്നെ തെറി പറഞ്ഞു. പവിത്ര, നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാതൃകാ പഞ്ചായത്ത്, കാര്യക്ഷമതയുടെ പ്രതീകം, സത്യസന്ധതയുടെ പര്യായം, ഒലക്കയുടെ മൂട്. നടക്കൂല പവിത്ര. എന്റെ മെമ്പറെ, ഇന്നലെ ഉച്ച തൊട്ട് ഈ പുള്ളി എന്നെ കിടന്ന് ഫോൺ വിളിക്കുക. ഞാനാണ് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് മേലെ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പെർമിറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുമോ? പവിത്ര, ഒരു 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞേക്ക്. 2 കൊല്ലോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷന് 2 കൊല്ലം ഉണ്ട്. 2 കൊല്ലം കഴിഞ്ഞ് ഇവരുടെ പാർട്ടി ഇവരും ഒക്കെ പൊണ്ടാരം അടങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോ കിട്ടിയാ കിട്ടി. ആ മോഹനോട് പറ 2 കൊല്ലം കഴിഞ്ഞിട്ട് ബിൽഡിംഗ് കെട്ടാന്ന്. പവിത്ര, നീ എന്നോട് പെർമിറ്റിന്റെ കാര്യം എന്നാ പറഞ്ഞത്? പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചാൽ ഓർമ്മിപ്പിക്കാൻ കൂടെ ചെയ്തില്ലേ? പവിത്ര, പെർമിറ്റ് ഇന്നലെ കൊടുത്തു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മോഹനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു മോഹനം വന്ന് പെർമിറ്റ് വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്തു. അത് പറയാൻ വേണ്ടി ആയിരിക്കും വിളിച്ചോണ്ടിരിക്കുന്നേ. ഫോൺ എടുത്തല്ലേ കാര്യം അറിയാൻ പറ്റൂ. ഞാനിത് അറിഞ്ഞില്ല, സോറി കേട്ടോ. പവിത്ര, ഈ പഞ്ചായത്തിനും ഇവിടെയുള്ള മെമ്പർമാർക്കും ചില പ്രത്യേകതകളുണ്ട്. സാറ് നേരത്തെ എന്തോ പറഞ്ഞല്ലോ. ഒലക്കയുടെ മൂടെന്നല്ലേ? അതല്ല, പിന്നെ മാതൃകാ പഞ്ചായത്ത്, കാര്യക്ഷമം, സത്യസന്ധം. വെറുതെ അല്ല ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയത്. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇന്ന് രാവിലെ അറിഞ്ഞതേ ഉള്ളൂ പവിത്ര. ഈ വർഷത്തെ ഏറ്റവും നല്ല പഞ്ചായത്ത് നമ്മുടേതാ. അത് കലക്കി. മെമ്പറെ പോലുള്ള മെമ്പർമാരുണ്ടെങ്കിൽ അവാർഡുകളൊക്കെ പറന്നിങ്ങി വരുമല്ലേ? ഇത് എന്നോടല്ല പറയേണ്ടത്. തല നിറയെ അസൂയായിട്ട് നടക്കുന്ന ചില പോലീസുകാരുണ്ട്, അവരോട് എന്ന് പറ.
എല്ലാത്തിലും സംഭവം കലക്കിയല്ലേ. ഇനിയിപ്പോ സാറിന് സ്റ്റേഷനിൽ ചെന്ന ആളാകാൻ വേണ്ടിട്ട് ഒരു കാരണമായി. ഡേ പവിത്ര, എനിക്ക് സ്റ്റേഷനിൽ പോയി ആളാവനെ ഈ അവാർഡിന്റെ പിൻബലമൊന്നും വേണ്ട. ഞാൻ അല്ലേ തന്നെ അവിടെ ആളാ. അല്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചു. നീ വന്ന കാര്യം നടന്നല്ലേ, പോവാൻ നോക്ക് പോ. ഞാൻ പോവാ. ഇനിയിപ്പോ പാപ്പച്ചന്റെ ചായക്കട ചെന്ന് പറയാൻ വേണ്ടി ഒരു വാർത്തയായി. ഇന്നത്തെ വിഷയം ഇത് തന്നെ. ഭയങ്കര കാര്യല്ലേ ഒരു ഉടവുകളി അവാർഡ് കിട്ടിയത്. ഇച്ചായ ഇച്ചായ ഒരു സംഭവം ഉണ്ടായി. ഇച്ചായ 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 ഒരു കാര്യം അറിഞ്ഞ, നമ്മുടെ വീടിന്റെ അടുത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന എൽസമ്മ ഇല്ലേ, അവരുടെ മോള് ജാൻസി ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. പക്ഷെ എനിക്ക് ആ കൊച്ചിനെ കാണുമ്പോഴേ അറിയായിരുന്നു അത് ഉറപ്പായിട്ട് വേലി ചാടുമെന്ന്. ഭയങ്കര ഇളക്കക്കാരിയായിരുന്നെന്ന്. ആ പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മേനെ കണ്ടല്ലേ പഠിക്കുന്നത്. ഈ അമ്മയുടെ കാര്യം എന്താന്ന് വെച്ചാനറിയോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ വന്ന സാറുമായിട്ട് പ്രേമത്തിലായ ആളാ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇച്ചായ ഇച്ചായ ഞാൻ പറഞ്ഞെന്താ ഇച്ചായ ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്. എന്നിട്ട് എന്താ മൂളാത്തത്? മൂളുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇച്ചായ ശ്രദ്ധിക്കത്തില്ല. എന്ത് ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ജോലി ഉണ്ടെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജോലിയൊക്കെ അങ്ങ് മൃഗാശുപത്രിയില്. ഇത് വീടാണ്, ഇവിടെ വന്നിട്ടല്ല ഇത് കുത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ചിലപ്പോൾ വീട്ടിലും ജോലി ചെയ്യേണ്ടി വരും, ചിലപ്പം ആശുപത്രിയിലും ജോലി ചെയ്യേണ്ടി വരും. ഓ, ഈ കണക്കിന് പോവുകയാണെങ്കിൽ പശുവിനെയും പോത്തുനെയും കാളനെയും ഒക്കെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഇനി വേണ്ടി വന്നാൽ ചെയ്യും. ഞാനൊരു ഡോക്ടറാ. അപ്പൊ ചികിത്സിക്കേണ്ടി വന്നാൽ അങ്ങനെ ചികിത്സിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇച്ചാന് മൃഗങ്ങളോട് മാത്രമല്ലേ ഉള്ളു സ്നേഹം. എന്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ. നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനൊരു മൃഗ ഡോക്ടർ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മര്യാദ ആലിസൺ, ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് അയക്കാനുള്ള ഒരു ഫയലാ ടൈപ്പ് ചെയ്തോണ്ടിരിക്കണം. എങ്ങനെ തെറ്റിയ പ്രശ്നമാ. ഒരു കാര്യം ചെയ്യും, ഒളിച്ചോട്ടൊക്കെ നീ തന്നെ നോക്കിയോ. നിനക്ക് വേറെ ജോലിയൊന്നും ഉള്ളൊന്നും ഇല്ലല്ലോ ഇവിടെ. ഒരു മല മറിക്കണ ഒരു പണി. ആലിസേ, ഓ അപ്പുറത്തെ തമ്പുരാട്ടിയാ. ആ നിധി ഇനി എന്താണോ വേണ്ടത്? ശല്യം എന്ന് പറഞ്ഞ എങ്ങനെയുണ്ടോ? 10,500 പേരെ വിളിച്ച് ഈ ശല്യത്തിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയതാ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഇല്ലേ അവിടെ? ഇച്ചായനെ അകത്ത് ഭയങ്കര തിരക്കിട്ട ജോലിയില്ല. എന്തേ ഒന്ന് വിളിക്കാവോ? ഒരു സന്തോഷ വാർത്ത പറയാനാ. അയ്യോ ഭയങ്കര തിരക്കിലിരിക്കുക. ഞാൻ പറഞ്ഞാ മതിയോ? എന്നോട് പറഞ്ഞോ. അത് പറ്റില്ല ആലീസേ, ഒന്ന് വിളിക്ക് പ്ലീസ്. ഇച്ചായന് ഭയങ്കര. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? അവളുടെ ശബ്ദം കേട്ടപ്പോ തന്നെ എഴുന്നേറ്റൊന്നുമില്ല. മലമറിച്ച് കഴിഞ്ഞാ? ഡോക്ടറെ, ഓരോ ജില്ലയിലും ഏറ്റവും നല്ല പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് കൊടുക്കുന്ന ഒരു അവാർഡുണ്ട്. അത് ഇത്തവണ നമ്മുടെ പഞ്ചായത്തിനാ. സത്യം പറയാലോ ഡോക്ടറെ, ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാ ഇത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ. ഉണ്ണിയാർച്ചയെ പോലൊരു മെമ്പർ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യമാണ്. തള്ളി മറിക്കല്ലേ? തള്ളിയൊന്നുമല്ല. ഹോസ്പിറ്റലൊക്കെ എല്ലാരും പറയും ഈ നാട്ടിലെ ഏറ്റവും നല്ല മെമ്പർ ഉണ്ണിയാർച്ചയാണെന്ന്. നല്ല മെമ്പർക്കുള്ള ഒരു അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണിയാർച്ചയ്ക്ക് തീർച്ചയായിട്ടും കിട്ടിയേനെ. സത്യം ഡോക്ടറെ, ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ അവാർഡ് ഉണ്ണിയാർച്ചയ്ക്ക് അർഹതപ്പെട്ടതാണെന്ന്. അവാർഡ് വാങ്ങാൻ പോകുമ്പോ ഞാനും കൂടെ ചെല്ലണമെന്ന്. തീർച്ചയായിട്ടും പോണം. ഇത്രയും മിടുക്കിയായ ഒരാൾ ഈ നാട്ടിലുണ്ടെന്ന് നാട്ടുകാരും അറിയട്ടെ. ഞാൻ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കും. ഹോസ്പിറ്റലിൽ വരുന്നവരോടെല്ലാം ഞാൻ പറയും. നല്ലതാ. പട്ടിയോടും പൂച്ചയോടും ഒക്കെ പറഞ്ഞു കൊടുക്കും, അവരൊക്കെ ഹാപ്പി ആവും. ഞാനും എല്ലാരോടും പറയാട്ടോ. ഇങ്ങനെ സന്തോഷ വർത്താനത്തിൽ ഒതുക്കിയാ പോരാ, ചെലവ് ചെയ്യണം. അത് പിന്നെ ചെയ്യാതിരിക്കോ? എന്താ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാ മതി. ഓ ഏറ്റു. ഇവരെ ഞാൻ കൊല്ല. അന്നല്ലേ ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ, ഒരുപാട് പണിയുണ്ട്. ഇല്ലേ ചായ? ഒത്തിരി പണിയുണ്ട്. വാ. ശരിയെന്നാ. ശരി കേട്ടോ. ശരി എന്താ ശരി. പണി നടക്കട്ടെ, പണി നടക്കട്ടെ. വന്ന് ഇച്ചായന് ഒരു നാണവും ഇല്ലാതെ കേട്ടാ. എന്തൊക്കെ അവരുടെ അടുത്ത് വിളിച്ചു കൂവിയത്? എന്താ പറഞ്ഞെന്നാ? ഓ ഇച്ചായൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ദേഹമൊക്കെ അങ്ങോട്ട് നാണക്കേട് വന്നു പോയി. എന്നാണ് ഇങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നേ? ഓഹോ, അപ്പൊ ഇച്ചായൻ ഓവറായിട്ട് പറയാം. ഞാൻ ഓവറായിട്ട് കാണിക്കുന്നതാണല്ലേ കുഴപ്പം? ഞാൻ എന്നാ ഓവറായിട്ട് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇച്ചായൻ എന്താ അവരോട് പറഞ്ഞത്? ഉണ്ണിയാർച്ചയെ ഒരു മെമ്പറായിട്ട് കിട്ടിയത് ഈ നാട്ടുകാരുടെ ഒക്കെ ഭാഗ്യമാണെന്ന്. ആ SI പോലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവത്തില്ല. SI പറഞ്ഞു കാണൂല. ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? ഇടി ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താ നല്ലതാണെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന്. ഇപ്പൊ എന്നെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ നിനക്ക് സന്തോഷമാവൂലേ? ആ ഡോക്ടർ എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ല ഡോക്ടറാണ്. അപ്പൊ നിനക്കൊരു ഉൾപ്പുളകം ഉണ്ടാവൂലേ? ഉൾപ്പുളകം ഉണ്ടാവും. ഇച്ചായനെ പോലാണോ അവര്? പിന്നെ ഇച്ചായനെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഡോക്ടറായത്. അവരോ നാട്ടുകാരോട് ഇങ്ങനെ ചിരിച്ചു കാണിച്ച് 5-6 വോട്ട് പിടിച്ച് ജയിച്ച്.
ചിരിച്ച് കാണിച്ച വോട്ട് ചെയ്യൂടെ ആരെങ്കിലും? ഇച്ചാനെ പോലുള്ളവർ ചെയ്യും. ഒന്ന് പോയ നീ. അതല്ല ഇപ്പൊ സംഭവിച്ചത്. ഇവളുടെ ഒച്ച കേട്ടപ്പോ തന്നെ ഇവിടെ നിന്നോണ്ട് ഈ പണി മൊത്തം നിർത്തിയിട്ടിട്ട് അവിടെ വന്നിട്ട് അവരെ കുറെ പുകഴ്ത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അടുത്ത ഇലക്ഷന് ഇച്ചാനെ അവർക്ക് വോട്ട് ചെയ്യൂ. അതിന് നമുക്ക് വോട്ട് ഇവിടെ അല്ലല്ലോ. ഇവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യും. ഉരുണ്ട് മറിയണ കണ്ടില്ലേ? അതെങ്ങനെയാ സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് നാട്ടുകാരോടും വീട്ടുകാരോടും നല്ലത് പറയാത്ത ആള് കണ്ടവന്റെ ഭാര്യനെ പുകഴ്ത്തിയിട്ട് വന്നേക്കുന്നു? നാണമില്ലല്ലോ. നിന്നെ കുറിച്ച് നല്ലത് പറയാനായിട്ട് നീ എന്ത് നല്ല കാര്യമോ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞതാ. ഓഹോ, അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങള്. എന്റെ ഇച്ചായന് 3 നേരം വായിക്ക് രുചിയായിട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ? അവര് നാട്ടുകാരുടെ കാര്യമല്ലേ നോക്കുന്നത്? അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കെട്ടിയോന്ന് കൊടുക്കാൻ അറിയാമോ? നീ വിശിഷ്ടമായിട്ട് എനിക്ക് എന്താണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്? അതിന്റെ ലിസ്റ്റ് ഒന്ന് പറ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. അപ്പൊ ഇച്ചായൻ എന്നെ തീരെ വിലയില്ലാതായി. 3 നേരം വെട്ടി വിഴുങ്ങാനേ വന്നേക്ക് കേട്ടാ, ഞാൻ ശരിയാക്കി തരാം. ആഹാരത്തിന്റെ കണക്ക് വരെ പറഞ്ഞു തുടങ്ങി. എന്റെ പൊന്നു, ഇങ്ങോട്ട് പോയാൽ തെറ്റ്, അങ്ങോട്ട് പോയാൽ തെറ്റ്, നേർവഴി കൂടെ പോയാൽ അതും തെറ്റ്. എടി, ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനൊക്കെ വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു സാമർഥ്യം കാണിച്ച ആൾക്കാരെ കയ്യടി വാങ്ങാനേ ഇച്ചിരി പാടാ. സമ്മതിച്ചു. അപ്പുറത്തെ യക്ഷി ഒരു സർവകലാവല്ലഭയാണ്. പോരെ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പഞ്ചായത്ത് മെമ്പർ ആകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അതുപോലെ തന്നെയാണ് ഒരു മൃഗ ഡോക്ടറും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്, അത് പ്രകടിപ്പിക്കുക. ഇച്ചായ, എന്റെ കഴിവ് കൊണ്ട് ഞാൻ 3 നേരം നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് അതൊക്കെ വെട്ടി വിഴുങ്ങിയത് കൊണ്ടാണ് ഇച്ചാൻ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നത്. ഗുണ്ടായിട്ടാ? ഇങ്ങനെ തടിച്ചുരുണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ അവർക്കറിയാമോ? അതിന് അവരുണ്ടാക്കിയ ചിക്കൻ കറി ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ ഇത്ര വിശേഷപ്പെട്ട ചിക്കൻ കറി എന്തുവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നീ എന്തെങ്കിലും വിശേഷപ്പെട്ട ആഹാരം ഉണ്ടാക്കിയിട്ടുള്ളോ? പിന്നെ ചിക്കൻ കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ കറി എന്താണ്? ചിക്കനിൽ കുറച്ച് മസാല ഇടുക, എന്നിട്ട് പുഴുങ്ങുക, അത്രയല്ലേ ഉള്ളൂ. അത് ആർക്കും ചെയ്യാവുന്നില്ലേ? അതിലെന്ത് കാര്യമുള്ള? കൊണ്ടോ വന്ന് എന്റെ ചിക്കൻ കറിനെ വരെ കുറ്റം പറഞ്ഞു തുടങ്ങി. ഇന്നലെ വരെ ആലീസേ, നീ ഉണ്ടാക്കുന്ന പോലെ ചിക്കനും ബീഫും ഒന്നും ഈ ലോകത്ത് ഒരാളും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു നടന്ന ആളാണ്. എന്റെ കർത്താവേ, ആളുകൾക്ക് ഇങ്ങനെയൊക്കെ മാറ്റി പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ മാറ്റി പറഞ്ഞതൊന്നും അല്ല. നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നീ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ആഹാരം ഉണ്ടാക്കി വെക്ക്, ഞാനത് കഴിച്ച് ഞെട്ടാം. അങ്ങനെയാണെങ്കിലേ ഞാൻ നല്ലൊരു പന്നിപ്പടക്കം വാങ്ങിച്ചു വെക്കാം. അത് വരുമ്പോ തന്നെ ഇച്ചാൻ ഒറ്റ കടി കടിക്കാം, അപ്പൊ ഞെട്ടിക്കോളും. എന്നാ പുളിച്ച കോമഡി അടി ഇത്? പുളിച്ച കോമഡിയൊന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ സീരിയസ് ആയിട്ട് പറയുന്ന പലതും എനിക്ക് കോമഡി ആയിട്ടാ തോന്നുന്നു. അന്നൊരു കാര്യം ചെയ്യാം, ഇച്ചായൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി വെക്കും. അത് കഴിച്ചിട്ട് ഇച്ചാൻ അഭിപ്രായം പറ. ഉറപ്പാണോ? ഉറപ്പ്. ഞാനേ പത്രോസിന്റെ മോള് ആലീസ, ഉറപ്പ് പറഞ്ഞ ഉറപ്പാ. പിന്നൊരു കാര്യം, എന്താണാവോ? ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ട് സത്യമായിട്ട് അഭിപ്രായം പറയണം. പറഞ്ഞേക്കാം. എന്നെ കൊച്ചാക്കുന്ന രീതിയിൽ ഇത്തിരി കള്ളം പറച്ചിൽ ഇച്ചായന് കൂടുതലാണ്, കേട്ടല്ലോ? അല്ല, സത്യമായിട്ട് തന്നെ പറഞ്ഞേക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കൊള്ളാമെങ്കിൽ പിന്നെ അപ്പുറത്തെ ഉണ്ണിയാർച്ചനെ പുകഴ്ത്തി പറയരുത്. പറയത്തില്ല. നാട്ടുകാരോട് എല്ലാരോടും പറയണം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറയണം. തീർച്ചയായിട്ടും പറയാം. വേണമെങ്കിൽ ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ വരുന്ന പട്ടിയോടും പൂച്ചയോടും, അല്ലെങ്കിൽ വേണ്ട പത്രത്തിൽ കൊടുക്കാം. ഇതാണ് ചീഞ്ഞ കോമഡി. അപ്പൊ എന്റെ മക്കൾക്ക് ചീഞ്ഞ കോമഡിയൊക്കെ മനസ്സിലാവും അല്ലേ? മനസ്സിലാകും. ചെല്ലാൻ നോക്കുമ്പോ വരുമ്പോഴേ പോണില്ലേ? പോകുന്നില്ല. വരുമ്പോഴേ ഞെട്ടാൻ തയ്യാറായിരിക്കും. ചുറ്റും വെള്ളം കുടിക്ക്. നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ സമയത്രായി? സത്യേട്ടൻ ഇരുന്നോ? ഞാനിപ്പോ എടുത്തു വെക്കാം. പെട്ടെന്നാട്ടെ. സത്യേട്ടാ, എനിക്കൊരു 1000 രൂപ തരൂ. എന്തിന്? നല്ലൊരു ന്യൂസ് വന്ന ദിവസമല്ലേ സത്യേട്ടാ? പഞ്ചായത്തിൽ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ഒരു ലഡു എങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അവരും കൂടെ കഷ്ടപ്പെട്ടതല്ലേ? അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളം സർക്കാർ അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലല്ലല്ലോ കാര്യം. ഇന്ന് ഞാൻ ഓഫീസിൽ കയറി ചെല്ലുമ്പോ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങും, മെമ്പറെ ചെലവ് എവിടെയെന്ന്. വെറും കൈയോടെ എങ്ങനെയാ കയറി ചെല്ലുന്നേ സത്യേട്ടാ? എന്റെ പൈസ കൊണ്ട് പഞ്ചായത്തിലുള്ള ഒരു ലഡു തിന്നത് തന്നെ ആർച്ചയെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കണ പൈസയാണ് കേട്ടോ. എന്ത് പിശുക്കാ സത്യേട്ടാ ഇത്? ഇച്ചിരി പിശുക്ക് തന്നെ. ഞാനൊരു 1000 രൂപ ചോദിച്ചുള്ളൂ. ആർച്ചയെ, പഞ്ചായത്തിന് അവാർഡ് കിട്ടിയതിന്റെ പേരിൽ പഞ്ചായത്തിലുള്ളവർക്ക് ലഡു മേടിച്ചു കൊടുക്കണമെങ്കിലേ അത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുത്താൽ മതി. നിങ്ങൾക്ക് കട്ടുപിടിക്കാൻ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ടല്ലോ. കട്ടുപിടിക്കാത്തോണ്ടാണല്ലോ ഈ അവാർഡ് കിട്ടിയത്. ഈ അവാർഡ് കൈക്കൂലി എടുത്ത് മേടിച്ചാണോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. അസൂയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് ഒരു അസൂയ. സാധാരണക്കാര് ഭാര്യയ്ക്കൊരു നല്ലത് വരുമ്പോ സന്തോഷിക്കും,
ഇത് ഇവിടെ നേരെ തിരിച്ചാ. അതൊക്കെ അപ്പുറത്ത് ആ ഡോക്ടർ. ഞാൻ ഈ വിവരം പറഞ്ഞപ്പോ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു. ആർച്ചേ, നീ എന്തിനാണ് ഇതൊക്കെ മൃഗത്തിനോട് പറയാൻ പോയത്? പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ഒന്നാമത് അവർ നമ്മുടെ തൊട്ട അയൽവക്കം, രണ്ടാമത് ആ ഡോക്ടർ നമ്മുടെ പഞ്ചായത്തിന്റെ ആശുപത്രിയിലെ മൃഗ ഡോക്ടർ. പറയണ്ടേ? ഈ വിവരം കേട്ടപ്പോ പുള്ളി എന്നോട് ചോദിച്ചതാണെന്നറിയോ, എപ്പോഴാ ചെലവ് ചെയ്യുന്നതെന്ന്. ഞാൻ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അത് ശരി, അവൻ മൃഗത്തിന് കൊടുക്കാനാണ് നീ ലഡു മേടിക്കാൻ എത്ര ബഹളം വെച്ചത്. എന്റെ കയ്യിലെ പൈസ എടുത്ത് ആ മൃഗം ലഡു തിന്നത് തന്നെ. ആർച്ചേ, ഇതൊന്നും ഇവിടെ നടക്കൂല. 10 പൈസ ഞാൻ തരൂല്ല. ആ ആലിസേ, ഇവിടെ ഒരു ചായ എടുത്ത്, നല്ല ക്ഷീണം. ഇതെന്താ ഇത്ര ക്ഷീണം? ഹോസ്പിറ്റലിൽ നല്ല പണിയായിരുന്നു മോളെ. ആണോ? ഉം. ക്ഷീണം മാറാനേ ചായയിൽ നല്ല ബെസ്റ്റ് ഒരു സാധനം തരാം. എന്ത്? നല്ല ഒന്നാന്തരം പാലട പ്രഥമൻ. എന്തുവാടി പ്രത്യേകത? അത് കൊള്ളാം. ഇച്ചാനല്ലേ പറഞ്ഞത് വൈകിട്ട് വരുമ്പോ എന്നെ ഞെട്ടിക്കണോന്ന്. ഞാൻ എന്തെങ്കിലും രുചിയായിട്ടുള്ള ഉണ്ടാക്കി വെക്കണം, അപ്പൊ എന്നെ സമ്മതിക്കാന്ന് പറഞ്ഞില്ലേ? എന്നാ കുടിക്ക് കുടിക്ക് കുടിക്ക്. എന്ത് നോക്കുന്ന? കുടിക്ക്, കുടിക്കാൻ. ശരി. കൊള്ളൂലേ? സൂപ്പർഡി. നീ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്? ഓ, അതില് ഇനി എന്നെ വിശ്വാസം ഇല്ലേ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അസാധ്യം. എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല പായസം ഞാൻ കുടിച്ചിട്ടില്ലടി. നേര്? സത്യമായിട്ട്. നിനക്ക് ഇത്രയും നന്നായിട്ട് പായസം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പിന്നെ എന്താടി പറയാത്തെ? ഇച്ചാൻ ഇതുവരെ എന്റെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നറിയോ? ഞാനൊന്നും ചെയ്യാഞ്ഞിട്ടല്ലേ. കുടിക്ക്. അപ്പൊ ഇന്നത്തെ വഴക്ക് ഗുണമായി. ഇല്ലെങ്കിൽ ഇത്രയും നല്ല പായസം എനിക്ക് കുടിക്കാൻ പറ്റൂ. എന്റെ പൊന്നുകളുടെ കൈപ്പുണ്യം എനിക്ക് അറിയാൻ പറ്റിയല്ലോ. നീ കൈ ഇങ്ങോട്ട് തന്നേടി. ഈ കൈ കൊണ്ടുണ്ടാക്കിയ പായസം കഴിക്കാൻ പറ്റിയ ഈ കയ്യില് ഒരു ഉമ്മ വന്നില്ലേ പിന്നെ ഞാൻ മനുഷ്യനാണോടി. എന്നാ പായസമാടി ഇത്? പിന്നെ ഇനി എന്നെ കുറ്റം പറയൂ? ഒരിക്കലുമില്ല. അപ്പുറത്തോരപ്പ് കൊടുത്തു. എന്തിന്? അവര് വലിയ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരിക്കും, പക്ഷെ ഇതുപോലൊരു പായസം ഉണ്ടാക്കാൻ അവർക്ക് പറ്റുമോ? എന്റെ പൊന്നോളെ, എടി നിന്നെ കല്യാണം കഴിച്ചതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി അവരോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കരുത്. എന്തിനു? അവരെ കണ്ട ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കുടിക്ക് കുടിക്ക്. ആലിസേ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ പഞ്ചായത്തിലെ കാര്യം, അതിന്റെ സന്തോഷത്തിന് ഞാൻ പായസം വെച്ചു. അല്ല പാലട പ്രഥമൻ. ഓ, എന്തായാലും ഡോക്ടർ രാവിലെ പറഞ്ഞതല്ലേ ചെലവ് ചെയ്യണമെന്ന്. ചെലവ് ചെയ്തില്ലെന്ന് വേണ്ട, പായസം ഞാൻ ലതടയിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് കൊടുത്തിട്ട് അഭിപ്രായം പറയണേ. ആ പറയാം. ചേച്ചി, പായസം ആർച്ച ചേച്ചി തന്നയച്ചതാ. ഞാൻ അറിഞ്ഞ്. ഒരാള് രാവിലെ തന്നെ അവിടെ വന്നിട്ട് ഒച്ചത്തിലൊരു ഡയലോഗ്, ആലീസേ പായസം കൊടുത്ത് വിടുന്നുണ്ടേന്ന്. എന്തിനാ ഈ ഡയലോഗ് പറഞ്ഞത്? നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കാനായിട്ട്. അവിടെ ഒരു ഇച്ചിരി പായസം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്ത് വിടുന്നുണ്ടെന്ന് അറിയിക്കണം. എനിക്ക് സത്യമായിട്ടും വേണ്ടാന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മര്യാദ, അതിനനുസരിച്ച് ഞാൻ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞു. നല്ല പായസം ചേച്ചി, കുടിച്ചു നോക്ക്. പിന്നെ ഒരു പായസം വെക്കുന്ന ഇത്ര വലിയ കാര്യമാണോ? എന്റെ പേടി ഇതിന്റെ അകത്തൊക്കെ വല്ലതും കലക്കിയിട്ടുണ്ടാവുമെന്നാ. അയ്യോ ഇല്ല, ഇതുണ്ടാക്കിയപ്പോ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. എന്നാ ഒഴിച്ചിരി ഇച്ചിരി മതി. ടേസ്റ്റ്. പായസം എങ്ങനെ ഉണ്ട് ചേച്ചി? അതിന് ഇത്തിരി കൂടുതലാ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അവർ ഈ പായസം തന്ന കാര്യമൊന്നും ഞാൻ ഇച്ചാനോട് പറയാൻ പോകുന്നില്ല. ഇച്ചാനോട്ട് ഞാനിത് കൊടുക്കത്തുമില്ല. നീ അതിന് പറയാനൊന്നും നിൽക്കരുത് ഇച്ചാൻ. ഞാൻ പറയൊന്നുമില്ല. നോക്കട്ടെ, ഇച്ചോടെ കുടിച്ച്. ഇങ്ങനെ കുറച്ചായിട്ട് സിപ്പ് ചെയ്ത് കുടിക്കുമ്പോണ്ടല്ലോ, അത് ഇറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. എന്നാ മാജിക് ആടി ഇത്? പിന്നെ നമ്മൾ ഇവിടെ പായസം ഉണ്ടാക്കിയ ആരോടൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് അവരോട്. ഭയങ്കര ആർത്തി പണ്ടാരങ്ങളാ. ഞാൻ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാ. ഞാൻ പറയത്തൊന്നുമില്ല. ഈ പായസം മൊത്തം എനിക്ക് വേണം. ആലിസേ, ഓ ദേ വിളിക്കുന്നുണ്ട്. പോവണ്ട, മൈൻഡ് ചെയ്യണ്ട. ഇച്ചാൻ കുടിക്കും. അല്ല, എന്തിനാ വിളിച്ചതെന്ന് നീ ഒന്ന് പോയി ചോദിക്കും. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇച്ചാൻ കുടിക്കും. അവരവിടെ കിടന്ന് കുറച്ച് വിളിച്ചിട്ട് അങ്ങ് പോക്കോളൂ.
ആണോ അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിലോ എന്താ അത്യാവശ്യം കുടി ഇത് ഞാൻ കുടിച്ചോളാം ഇനി ഉണ്ടല്ലോ അല്ലേ ഉണ്ട്